ഈ കറങ്ങുന്ന ഭൂഗോളത്തിൽ 212 രാജ്യങ്ങളുണ്ടെന്നാണ് UN കണക്ക്. ഇതിൽ UN അംഗീകരിച്ചതും UN-നെ അംഗീകരിച്ചതുമായി 198 രാജ്യങ്ങളാണുള്ളത്. ഇത്രയും രാജ്യങ്ങളിലായി ഏതാണ്ട് 800 കോടിയോളം ജനങ്ങൾ വസിക്കുന്നു. ഇതിൽ 240 കോടിയിലധികം ക്രൈസ്തവരാണ്. അതായത് ലോക ജനസംഖ്യയുടെ 1/3 എന്ന് പറയാം. ഈ 212 രാജ്യങ്ങളിലായി ഏതാണ്ട് 130ഓളം രാജ്യങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. ലോകത്ത് രണ്ടാമതായി ഇസ്ലാം മതവിശ്വാസികളാണ്. ഏതാണ്ട് 66 രാജ്യങ്ങൾ ഇസ്ലാം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. 190 കോടി ജനങ്ങളാണ് ഇസ്ലാം മതവിശ്വാസികളായി ലോകത്തുള്ളത്. ലോക ജനസംഖ്യയുടെ മൂന്നാമത് എന്ന് പറയുന്നത് മതമില്ലാത്തവരാണ്. അതായത് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ലോകം നിരീശ്വരവാദികൾ എന്ന് വിളിക്കുന്നവർ. നാലാമതായി ഹിന്ദുയിസമാണ്. ഇന്ത്യയാണ് ഹിന്ദുയിസത്തിന്റെ തറവാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യം. നേപ്പാളിലും തായ്ലൻഡിലുമായിട്ട് ഏതാണ്ട് 110 കോടിയോളം ജനങ്ങൾ ഹിന്ദു ആചാരങ്ങൾ പാലിച്ചു ജീവിച്ചു വരുന്നു. ഇങ്ങനെ 212 രാജ്യങ്ങളിലും കൂടെ വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും ഭാഷകളും ഒക്കെയായി ആരോടും ഒരു പരിഭവവും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും വലിയ മതമായ ക്രിസ്ത്യാനിറ്റിയുടെ പ്രാധാന്യം എന്ത്? നസ്രാണികൾ എന്ന് ഇതര മതസ്ഥർ വിളിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികളുടെ കൂടിച്ചേരലാണ് ക്രിസ്ത്യാനിറ്റി. ലോകത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ച ക്രൈസ്തവ അനുയായികളുടെ കൂടിച്ചേരലാണ് ക്രിസ്ത്യാനിറ്റി. 2000 വർഷം പഴക്കമുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ തറവാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെച്ചത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന വിശേഷണമുള്ള ഇംഗ്ലണ്ടിന്റെ അസ്തമയം കണ്ട യുദ്ധം, അമേരിക്ക എന്ന വൻ ശക്തിയുടെ ഉദയം കണ്ട യുദ്ധം. ആ മഹായുദ്ധം സമ്മാനിച്ചത് 2 രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും മാത്രമായിരുന്നില്ല. യൂറോപ്പിലെ ചിലയിടങ്ങളിൽ വിശ്വാസികളെ ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും മനസ്സുകൊണ്ടകറ്റിയ യുദ്ധം കൂടിയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അതിനു കാരണം ഈ യുദ്ധത്തിന്റെ ഭയാനകമായ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ 6 രാജ്യങ്ങളായിരുന്നു. ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്, സ്വീഡൻ, ഫിൻലൻഡ്, നോർവേ എന്നീ 6 രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭയാനകമായ കെടുതികൾ ഏറെ അനുഭവിച്ചു. ഈ രാജ്യങ്ങളിലെ സാമ്പത്തിക സൈനിക ശക്തികളുടെ തകർച്ച മാത്രമല്ല, പല കുടുംബങ്ങളെയും നാഥനില്ലാ കളരിയാക്കി മാറ്റിയ യുദ്ധം കൂടിയായിരുന്നു അത്. ഈ ദുരിതങ്ങൾ അവർക്ക് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും മടുപ്പുളവാക്കി. അവിശ്വാസികളായ ഒരു തലമുറയുടെ ഉദയം കൂടിയായിരുന്നു അത്. വിവാഹവും കുടുംബ ഉത്തരവാദിത്തങ്ങളും ഏൽക്കാൻ അവരിൽ ഭൂരിഭാഗവും മടിച്ചു. ലിവിംഗ് ടുഗദറുകൾ സംഭവിച്ചു. പിതാവ് ആരെന്നറിയാതെ ജനിക്കുന്ന മക്കൾ, ഒരു പ്രായം കഴിഞ്ഞാൽ മൂല്യങ്ങൾ പകർന്നു നൽകാൻ മാതാപിതാക്കളോ സമൂഹമോ ഇല്ലാത്ത അവസ്ഥ. നൂലുപൊട്ടിയ പട്ടം പോലെ യൗവന ജീവിതങ്ങൾ. രാജ്യം നൽകുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും നിയമത്തിന്റെ ആനുകൂല്യങ്ങളും കൊണ്ട് അവർ പബ്ബിലും ലൈംഗികതയിലും മയക്കുമരുന്നിലും സന്തോഷം കണ്ടെത്തി. 10ൽ 3 പേര് നല്ല ദൈവവിശ്വാസികളായി കുടുംബജീവിതം നയിക്കുമ്പോൾ ബാക്കിയുള്ളവർ യൗവനം തിമിർത്താടുകയാണ്. കുറ്റബോധവും പശ്ചാത്താപവും അവരെ അലട്ടാതിരിക്കാൻ നിരീശ്വരവാദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ യൗവനം. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലെ സന്യസ്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. പുരോഹിതരുടെ എണ്ണത്തിലുള്ള കുറവ് മൂലം ദിനം പ്രതിയുള്ള ദേവാലയ ശുശ്രൂഷകൾ നടത്താൻ സാധിക്കാതെയായി. അതോടൊപ്പം ദേവാലയം സന്ദർശിക്കുന്ന വിശ്വാസികളുടെ എണ്ണത്തിലും കുറവുണ്ടായി. അങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാൻ പണമില്ലാതെ പല ദേവാലയങ്ങളും അടച്ചിടേണ്ടി വന്നു. കാലക്രമേണ ചില ദേവാലയങ്ങൾ വിൽക്കുകയും മറ്റു ചിലത് വാടകയ്ക്ക് കൊടുക്കേണ്ടിയും വന്നു. ഈ ദേവാലയങ്ങൾ വാങ്ങുന്നവരിൽ ഭൂരിഭാഗവും റെസ്റ്റോറന്റ് ഉടമകളാണ്. അവിടുത്തെ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമല്ല ലഭിക്കുക, യൗവനം ആഗ്രഹിക്കുന്നത് എന്തും ആ റെസ്റ്റോറന്റിൽ നിന്ന് ലഭിക്കും. എന്നുവെച്ചാൽ ഇന്ത്യയിലെ പബ്ബിന് തുല്യം. ഈ 6 രാജ്യങ്ങളിലെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടാണ് നിരീശ്വരവാദികളും അസൂയാലുക്കളും ലോകത്ത് ക്രിസ്തീയത ഇല്ലാതാകുന്നു, പള്ളികൾ ബാറുകളാക്കുന്നു എന്നൊക്കെ പ്രസംഗിച്ചു നടക്കുന്നത്. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനിറ്റിയുടെ അവസ്ഥ എന്താണെന്ന് കൂടി അറിഞ്ഞാലോ? ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പറയപ്പെടുന്നത് ലോക പോലീസ് എന്ന് വിളിപ്പേരുള്ള അമേരിക്കയാണ്. 34 കോടി ജനസംഖ്യയുള്ള ഈ സമ്പന്ന രാജ്യത്ത് 50% ജനങ്ങളും അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് ആണ്.
25% കത്തോലിക്കരും 1.8% ഇതര മതസ്ഥരും ബാക്കി ഇതര ക്രിസ്ത്യൻ സഭകളും അടങ്ങുന്നതാണ് അമേരിക്കൻ ജനത. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ക്രിസ്ത്യാനികളായ ഞങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. മറ്റു മതക്കാരെല്ലാം കുടിയേറ്റക്കാരാണ് എന്ന വേർതിരിവില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശവും പ്രാധാന്യവും നൽകുന്ന യഥാർത്ഥ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക. ഒരു പ്രസിഡന്റിന് PR വർക്കിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാത്ത രാജ്യം. മാത്രമല്ല, ഏകാധിപതികൾ ഉണ്ടാവാതിരിക്കാൻ ഒരു ഭരണാധികാരിക്ക് 2 ടേമിലായി 8 വർഷം മാത്രം അധികാരത്തിൽ തുടരാൻ നിയമമുള്ള രാജ്യം. ശാസ്ത്രലോകത്തെ നയിക്കുന്ന നാസയുടെ അപ്പോളോ 11 എന്ന പേടകം 1969 ജൂലൈ 21 മനുഷ്യനെ ചന്ദ്രനിൽ ആദ്യമായി ഇറക്കി. അവിടെ ബൈബിൾ വചനം എഴുതിയ രാജ്യം അമേരിക്ക. ഏതെങ്കിലും സാഹചര്യത്തിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വിൽക്കേണ്ടി വന്നാൽ ക്രിസ്ത്യൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ വിൽക്കാൻ അനുവാദമുള്ളൂ. മറ്റാവശ്യങ്ങൾക്കായി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വിൽക്കാൻ അനുവദിക്കാത്ത മഹത്തായ നിയമമുള്ള രാജ്യമാണ് അമേരിക്ക. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വിശുദ്ധ ബൈബിൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് അമേരിക്കൻ പാരമ്പര്യം. അതിലുപരി ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ദേശീയ മുദ്രാവാക്യമുള്ള ഏക രാജ്യമാണ് അമേരിക്ക. അങ്ങനെ ക്രിസ്ത്യാനികളുടെ അഭിമാനമായി സമ്പത്തിലും സൗഭാഗ്യത്തിലും മനോഹാരിതയിലും വൃത്തിയിലും ലോക പോലീസായി എല്ലാത്തിലും നമ്പർ 1 ആയി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് വൻ ശക്തിയായി ഇന്നും നിലകൊള്ളുന്ന രാജ്യമാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: റഷ്യ. 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനായ ഈ രാജ്യത്ത് നിന്നാണ് കമ്മ്യൂണിസത്തിന്റെ ആരംഭം. RSDWP, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. വ്ളാഡിമിർ ലെനിൻ, സ്റ്റാലിൻ ജോസഫ് എന്നിവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് RSDWP എന്ന ഈ സംഘടനയിൽ നിന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തത്. അങ്ങനെ ദീർഘകാലം റഷ്യയിൽ കമ്മ്യൂണിസം അടക്കി വാണു. ഒടുവിൽ 1939 1945 സെപ്റ്റംബർ മാസം വരെ നീണ്ട 2ാം ലോക മഹായുദ്ധം അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ സഖ്യകക്ഷികളും ഹിറ്റ്ലറുടെ ജർമ്മനിയും ജപ്പാനും മുസോളിനിയുടെ ഇറ്റലിയും ചേർന്ന അച്ചുതണ്ട് ശക്തികളും തമ്മിലുണ്ടായ മഹായുദ്ധം. ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ ബലിയാടായ യുദ്ധം. ഈ യുദ്ധത്തിൽ 1941 പോളണ്ടിനെ ഹിറ്റ്ലറുടെ ജർമ്മനി കീഴടക്കി. ഒടുവിൽ 1945 അമേരിക്കയുടെ സഹായത്തോടെ റഷ്യ ഹിറ്റ്ലറെ കീഴടക്കി പോളണ്ടിന്റെ അധികാരം നേടി. അങ്ങനെ 1991 വരെ പോളണ്ടിൽ റഷ്യൻ കമ്മ്യൂണിസം അടക്കി വാണു. 1990 കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ട്രേഡ് യൂണിയനായ സോളിഡാരിറ്റിയുടെ നേതാവും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്ത സുഹൃത്തുമായ ലേക്ക് പനേസ എന്ന സോളിഡാരിറ്റി നേതാവ് അമേരിക്കൻ പിന്തുണയോടെ പോളണ്ടിൽ അധികാരത്തിൽ വന്നു. ഉറച്ച കത്തോലിക്ക വിശ്വാസിയായിരുന്ന ലേക്ക് പനേസയുടെ അധികാര നാളുകൾ പോളണ്ടിനെ അടിയുറച്ച കത്തോലിക്ക രാജ്യമാക്കി മാറ്റി. ഇന്ന് പോളണ്ടിലെ 95% ജനങ്ങളും കത്തോലിക്കരാണ്. ബാക്കി മറ്റു ക്രിസ്തീയ സഭകളും ചില ഇതര മതസ്ഥരും അടങ്ങുന്നതാണ് പോളണ്ട് ജനത. 2ാം ലോക മഹായുദ്ധത്തോടെ അമേരിക്കയോടൊപ്പം ശക്തി ആർജിച്ച റഷ്യയിലെ കമ്മ്യൂണിസം 90കളോടടുത്തപ്പോൾ ജനം മടുത്തു തുടങ്ങി. ആ മടുപ്പ് വെറുപ്പായി മാറി തുടങ്ങിയപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്നേഹിതനും അമേരിക്കയുടെ അടുത്ത സുഹൃത്തുമായ മൈക്കിൾ ഗോർബച്ചോവ് 1990-91 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി. പിന്നീട് അങ്ങോട്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് ലോകം കണ്ടത്. അങ്ങനെ റഷ്യയിൽ കമ്മ്യൂണിസം തുടച്ചു നീക്കപ്പെട്ടു. പുതിയ റഷ്യ ഉദയം ചെയ്തു. അതോടെ ആരാധനാലയങ്ങൾ മുഴുവനായി തുറക്കപ്പെട്ടു. സഭയുടെ ആ വളർച്ചയിൽ ഓർത്തഡോക്സ് സഭയ്ക്കായിരുന്നു മുൻതൂക്കം ലഭിച്ചത്. അങ്ങനെ ഇന്ന് റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് റഷ്യൻ വിശ്വാസികളിൽ ഭൂരിഭാഗവും. 2ാമത് കത്തോലിക്ക സഭയും 3ാമത് ജൂതിസവും. ഇങ്ങനെ പോകുന്നു റഷ്യയുടെ മതേതരത്വം. റഷ്യയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കങ്കാരുക്കളുടെ നാടായ ഓസ്ട്രേലിയയിലേക്ക് വന്നാൽ ജനസംഖ്യയിൽ 45% ക്രിസ്ത്യൻ ആംഗ്ലിക്കൽ സഭയാണ്. ഓസ്ട്രേലിയയിൽ കത്തോലിക്കരുടെ എണ്ണം 12% വരും. ബാക്കി മറ്റു സഭകളും ഇതര വിശ്വാസികളുമായി കൂടിച്ചേരുന്നതാണ് ഓസ്ട്രേലിയയുടെ ജനസംഖ്യ. ഇനി ഫുട്ബോളിന്റെ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ഫ്രാൻസിലേക്ക് വന്നാൽ ജനസംഖ്യയുടെ 41% റോമൻ കത്തോലിക്കരാണ്. എന്നാൽ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഫ്രാൻസിലെ 40% ജനങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ്. അതായത് മതമില്ലാത്തവർ. വെറും 6% മാത്രം മുസ്ലിങ്ങളുള്ള ഫ്രാൻസിൽ കാർട്ടൂൺ വിവാദത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നതും
പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മതതീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി എടുത്തതും ലോകശ്രദ്ധ നേടി. ഫ്രാൻസിലെ 25% ജനങ്ങളും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ദേവാലയങ്ങളിൽ മുടങ്ങാതെ പോകുകയും പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്നതാണ് ഫ്രാൻസിന് അനുഗ്രഹമായി മാറുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വികസിത പാശ്ചാത്യ രാജ്യമായ കാനഡയിലേക്ക് വന്നാൽ വെറും 4 കോടി ജനത മാത്രമുള്ള ഒരു വലിയ രാജ്യമാണ് കാനഡ. അതിൽ ക്രിസ്ത്യൻസ് 54% വരും. നോ റിലീജിയൻ, അതായത് മതമില്ലാത്തവർ 34% വരും. ഇസ്ലാം 4%, ഹിന്ദു 2%, സിഖ് മതക്കാർ 2% വരും. പിന്നെ ബുദ്ധമതക്കാരും ജൂതമതക്കാരും കൂടെ 4 കോടി ജനതയാണ് കാനഡയിലുള്ളത്. കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പാശ്ചാത്യ വികസിത രാജ്യം കൂടിയാണ് കാനഡ. ജനസംഖ്യയുടെ 60%വും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വലിയ രാജ്യമാണ് കാനഡ. ഇങ്ങനെ ലോകത്തിലെ 212 രാജ്യങ്ങളിൽ അമേരിക്ക, ജർമ്മനി, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, മെക്സിക്കോ, കാനഡ, റഷ്യ എന്നിങ്ങനെ ലോക നമ്പർ 1 ശക്തികൾ ഉൾപ്പെടെ ഏതാണ്ട് 130-ൽ പരം രാജ്യങ്ങൾ ഇന്നും ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ലോകമെങ്ങും ക്രിസ്ത്യാനിറ്റി തകരുന്നുവെന്ന് അസൂയാലുക്കളും നിരീശ്വരവാദികളും പാടി നടക്കുമ്പോഴും ക്രിസ്തീയത വളർന്നുകൊണ്ടേയിരിക്കുന്നു. വളരുക മാത്രമല്ല, ലോകത്തെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു. ക്രൈസ്തവ മതം സ്വീകരിച്ച രാജ്യങ്ങൾ എല്ലാം തന്നെ സാമ്പത്തികമായും തൊഴിൽപരമായും സുരക്ഷിതപരമായും സമാധാനപരമായും ലോകത്തെ നയിക്കുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തെ വളർത്തുകയും ചെയ്യുന്നത് എങ്ങനെയെന്നറിയാം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, എവിടെ പള്ളിയുണ്ടോ അവിടെ ഒരു പള്ളിക്കൂടവും ഉണ്ടെന്ന്. അത് വെറുതെ പറയുന്നതല്ല. മിഷണറിമാർ കടന്നു ചെന്ന ദേശങ്ങളിലൊക്കെ സുവിശേഷവും മതവും മാത്രമല്ല നൽകിയത്. അവിടെ വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും പുരോഗമന ചിന്തയും നൽകി അവരെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ജീവിതത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുക കൂടി ചെയ്തു. ആദ്യകാലത്ത് ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന പാഗൻ മതം മാത്രമായിരുന്നു യൂറോപ്പിൽ കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. ബാൽദേവന്മാർ, കാളക്കുട്ടികൾ, സൂര്യൻ, ചന്ദ്രൻ, മലനിരകൾ എന്നിവയൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ. പാശ്ചാത്യ കലയിലും സംസ്കാരത്തിലും തത്വശാസ്ത്രത്തിലും നിയമത്തിലും വരെ വ്യക്തമായ സ്വാധീനം ഈ പ്രാകൃത മതങ്ങൾക്കുണ്ടായിരുന്നു. ഈ കാലത്തിൽ നിന്നും ക്രിസ്തുമതത്തിന്റെ വരവാണ് യൂറോപ്പിനെ മാറ്റിമറിച്ചത്. അവർ സുവിശേഷം അറിഞ്ഞപ്പോൾ പരസ്പരം ഒന്നായി. വെറുപ്പിനും വിദ്വേഷത്തിനും സ്ഥാനമില്ലാതെയായി. അങ്ങനെ എല്ലാ മേഖലയിലും നാട് വളർന്നു, സമൂഹം വളർന്നു, രാജ്യം വളർന്നു. ലോകത്തിന് അനുഗ്രഹമായി യൂറോപ്പ് മാറി. 2ാം ലോക മഹായുദ്ധം വരെ ലോകം യൂറോപ്പിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ഈ കാലയളവിൽ ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് മാർപ്പാപ്പമാരായിരുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കോളനിവൽക്കരണത്തിലൂടെ കച്ചവടം മാത്രമല്ല, സുവിശേഷവും അവർ ലോകത്തിന് നൽകി. ഇങ്ങനെ ചിലയിടങ്ങളിൽ ക്രിസ്തുമതവും സംസ്കാരവും തളർച്ച നേരിടുന്നുണ്ടെങ്കിലും ലോകം വളർന്നതോടൊപ്പമല്ല ക്രിസ്തുമതം വളർന്നത്. ക്രിസ്തുമതം വളർന്നതോടൊപ്പമാണ് ലോകവും വളർന്നത് എന്ന് നിസ്സംശയം പറയാം. ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ക്രിസ്തുമതത്തിന്റെ വളർച്ചയോടൊപ്പം പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. മറ്റു സംസ്കാരങ്ങൾ അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അത് ലോകത്തോട് പറയുകയും ആചരിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ക്രൈസ്തവനും അഭിമാനത്തോടെ പറയാം, ക്രിസ്ത്യാനിറ്റി ലോകം കീഴടക്കിയതിനൊപ്പം അവർ ലോകത്തെയും വളർത്തിയെന്ന്. അതിനുദാഹരണമാണ് അച്ചടിയുടെ കണ്ടുപിടുത്തം. ലോകമെങ്ങും സുവിശേഷം എത്തിക്കാനായി ബൈബിൾ പ്രിന്റ് ചെയ്യാനാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ് ലോകത്തെ മാറ്റിമറിച്ച അച്ചടി കണ്ടുപിടിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരനായ മിഷണറി ബെഞ്ചമിൻ ബെയ്ലിയാണ്. ലോകത്തെ മാറ്റിമറിച്ച മറ്റൊരു ചരിത്രപരമായ കണ്ടുപിടുത്തം കത്തോലിക്കനായ മൈക്കിൾ ഫാരഡയിലൂടെയാണ്. വൈദ്യുതി ഇല്ലാത്തൊരു നിമിഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മൈക്കിൾ ഫാരഡയുടെ ഈ കണ്ടുപിടുത്തത്തോടെ ലോകം വൈദ്യുതീകരിക്കപ്പെട്ടു. ഇതിന്റെ പിന്തുടർച്ചയായി തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതോടുകൂടി ലോകം പ്രകാശമാനമായി. റൈറ്റ് സഹോദരന്മാർ വിമാനമാർഗം ലോകത്തെ അങ്ങുമിങ്ങും പറത്തി. ചാൾസ് ബാബേജ് ലോകത്തെ കമ്പ്യൂട്ടർ യുഗമാക്കി. അമേരിക്കൻ എഞ്ചിനീയർ ആയ മാർട്ടിൻ കൂപ്പറാണ് ലോകത്തെ വിരൽത്തുമ്പിലാക്കിയ മൊബൈൽ ഫോണിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അങ്ങനെ ലോകത്തെ മാറ്റിമറിച്ച ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക പുരോഗമന രംഗം മാത്രമല്ല, ലോകത്തെ ചികിത്സിച്ച് സുഖമാക്കുന്ന ഇംഗ്ലീഷ് മെഡിസിൻ പോലും ദൈവം ലോകത്തിന് സമ്മാനിച്ചത് ക്രിസ്ത്യൻ യഹൂദൻ കൾച്ചറിലൂടെയാണ്. ഇത് കാണുന്ന ചില നിരീശ്വരവാദികൾ ചോദിക്കാറുണ്ട്, ബൈബിൾ തുറന്നു വെച്ചാണോ ഇതൊക്കെ കണ്ടുപിടിച്ചതെന്ന്. ഉത്തരം അതെ എന്ന് തന്നെയാണ്. കാരണം
2000 വർഷം പഴക്കമുള്ള ബൈബിൾ കയ്യിൽ കൊണ്ടു നടന്ന ഒരു കത്തോലിക്ക പുരോഹിതനാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി മാറിയ ജോൺ ഗ്രിഗർ മെൻഡൽ. ഇങ്ങനെ ശാസ്ത്രലോകത്തിന് മുതൽക്കൂട്ടായ കണ്ടുപിടുത്തങ്ങൾ സമ്മാനിച്ച എത്രയോ സന്യസ്തർ ക്രിസ്തീയ സഭകളിലുണ്ട്. എന്നാൽ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് എന്തിനേയും നോക്കിക്കാണുന്ന നിരീശ്വരവാദികൾ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ ചരിത്രപരമായി വട്ടപൂജ്യമെന്ന് തന്നെ പറയാം. നിരീശ്വരവാദികളിൽ നിന്നും ലോകത്തിന് ലഭിച്ച സംഭാവന എന്ന് പറയുന്നത് സാഹിത്യ ലോകത്തിന് മാത്രമാണ്. ആരോടും ഒരു പ്രതിബദ്ധതയുമില്ലാത്ത, നല്ല കുടുംബാന്തരീക്ഷം ലഭിച്ചിട്ടില്ലാത്ത, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ദൈവത്തെ ഭയമില്ലാതെ ലോകത്തിന് നെഗറ്റീവായി നിരീശ്വരവാദികൾ മാറുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ലോകത്തെ സ്നേഹിച്ച് ക്രിസ്തീയതയോടൊപ്പം ലോകത്തെ വളർത്തിയ ക്രിസ്ത്യാനിറ്റി അസൂയാലുകളുടെ കണ്ണിൽ തളരുമ്പോഴും കൂടുതൽ അഭിഷേകത്തോടെ പരിശുദ്ധാത്മ ശക്തിയാൽ വളരുന്ന ക്രിസ്തുമതം ലോകത്തെയും കൈപിടിച്ച് നടത്തുന്നുവെന്നത് ഓരോ ക്രൈസ്തവനും അഭിമാനിക്കും.